തൃശൂരിൽ ടി വിനോദിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. സംഭവം നടന്ന റെയിൽവേ ട്രാക്കിന് അടുത്തെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. പ്രതി അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ട്രെയിനിൽ സഞ്ചരിക്കവേ ടിയെ ട്രെയിനിന് പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ട കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ഒഡീഷ സ്വദേശി കൂടിയായിട്ടുള്ള രജനീകാന്തിനെയാണ് പോലീസ് പിടികൂടിയത്. ഇപ്പോൾ പ്രതിയെ സ്ഥലത്തെത്തിച്ച പോലീസ് തെളിവെടുത്തിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിലവിൽ പ്രതി ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത നടപടി? കോടതിയിൽ ഹാജരാക്കുകയല്ലേ? വിഷ്ണു, പ്രതിയെ ഈ വെളപ്പായിലെ റെയിൽവേ ട്രാക്കിന് സമീപമെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. നേരത്തെ തെളിവെടുപ്പ് നടത്തുന്നില്ല എന്നായിരുന്നു റെയിൽവേ പോലീസിന്റെ ഭാഗത്തുനിന്നും ലഭിച്ച വിവരം. എന്നാൽ പെട്ടെന്ന് തന്നെ തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം ഈ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു കാര്യത്തിലേക്കാണ് നീങ്ങുന്നത്. എന്തായാലും ഈ പ്രതിയുടെ മെഡിക്കൽ എടുക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ കോടതിയിലേക്ക് പ്രതിയെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഈ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഇത്തരത്തിൽ ഒരു കൃത്യം ഈ പ്രതി ചെയ്യുന്നത്. അതായത് ടി ഈ പിഴ ചുമത്തിയതിന്റെ വൈരാഗ്യത്തിലാണ് വിനോദിനെ ട്രെയിനിനുള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഈ ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്ന പ്രതി പാലക്കാട് വെച്ചാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലാകുന്നത്. തുടർന്ന് പ്രതിയെ രാത്രിയോടുകൂടി തന്നെ തൃശ്ശൂരിലേക്ക് എത്തിച്ചു. ചോദ്യം ചെയ്യലിലാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായത്. എന്തായാലും പ്രതി ഈ ട്രെയിനിനകത്ത് നടന്ന സംഭവങ്ങളൊക്കെ തന്നെ വിവരിച്ചു നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ FIR-ൽ കൃത്യമായും പറയുന്നത് പ്രതി കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ വിനോദിനെ ട്രെയിനിനുള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടത്. ട്രാക്കിൽ വീണ ഈ വിനോദിന്റെ ശരീരഭാഗങ്ങളൊക്കെ ചിതറിപ്പോയി. എന്തായാലും ഇന്ന് മൃതദേഹം മറ്റ് നടപടികൾക്കെല്ലാം ശേഷം, പോസ്റ്റ്മോർട്ടം നടപടികൾക്കെല്ലാം ശേഷം ഇപ്പോൾ എറണാകുളത്തേക്ക് പോയിട്ടുണ്ട്. കുറച്ചു സമയം മുമ്പാണ് ഇത്തരത്തിൽ എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ നിന്നും എറണാകുളത്തേക്ക് മഞ്ഞുമലേക്ക് പോയത്. എന്തായാലും ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ മറ്റ് സംസ്കാര ചടങ്ങുകളടക്കം നടക്കും. അതിന് വലിയ ദാരുണമായിട്ടുള്ള കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഔദ്യോഗിക നിർവഹണത്തിനിടെയാണ് ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായിട്ടുള്ളത്. അതും അന്യസംസ്ഥാന തൊഴിലാളി മദ്യലഹരിയിലാണ് അദ്ദേഹത്തെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. എന്തായാലും പ്രതിയുമായി റെയിൽവേ പോലീസ് തെളിവെടുപ്പ് കഴിഞ്ഞ ശേഷം കോടതിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. മനോജ്, മറ്റൊരു കാര്യം ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്, ഈ പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം എന്തെന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകണം. അത്തരത്തിലേക്കുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ ഉണ്ടാകുന്നുണ്ടോ? പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒഡീഷയിലെ മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ പോലീസ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ പ്രതിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 2 മാസം മുമ്പാണ് പ്രതി കുന്നംകുളം ഒരു ബാർ ഹോട്ടലിൽ ജോലിക്ക് പ്രവേശിച്ചത്. അവിടെ നിന്നും കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തെ മദ്യപിച്ചതിന്റെ പേരിൽ ഇത്തരത്തിൽ ഒരു അവിടുത്തെ ബാർ ഹോട്ടൽ ഉടമ തന്നെ വ്യക്തമാക്കിയതാണ് മദ്യപിച്ച് ജോലിക്ക് എത്തുകയായിരുന്നു. തുടർന്ന് അവിടെ നിന്നും പറഞ്ഞു വിട്ടതാണ്. അതിനുശേഷം നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇത്തരത്തിലൊരു അതിക്രമം ഈ ടിക്ക് നേരെ ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തെ അവിടെ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ടിക്കറ്റ് ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യമാണ്, ഇത്തരം ഒരു അതിൽ പിഴ ചുമത്തി എന്നുള്ള കാര്യമാണ് ഈ ഒരു വൈരാഗ്യത്തിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും പ്രതി ഇന്നലെ മുഴുവൻ മദ്യലഹരിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ കൃത്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. തുടർന്നാണ് ഇന്നും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചപ്പോൾ ഈ പ്രതിയുടെ ഭാഗത്തു നിന്നുമുള്ള കാര്യങ്ങൾ പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രതിയെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ മറ്റ് കാര്യങ്ങളും എന്തൊക്കെയാണ് സംഭവം നടന്നതെന്നുള്ള എല്ലാം തന്നെ പ്രതിയും വിവരം നൽകിയിട്ടുണ്ട്. വിഷ്ണു, വ്യക്തമാണ്. മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.